വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ന്യൂസിൽ ട്രെയിനിൽ നിന്ന് ഒരു കുട്ടിയെ ഒരാൾ തള്ളിയിട്ടില്ലേ, ഭയങ്കര ഷോക്കിംഗ് ഒരു ന്യൂസായി പോയി. 19 വയസ്സ് പോലും ഇല്ല കുട്ടിക്ക്. കുട്ടി ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയെന്ന് പറയുന്നു, അല്ല ജനറലാണെന്ന് പറയുന്നു, അറിയില്ല കറക്റ്റായിട്ടുള്ളത്. എന്തായാലും ലേഡീസിൽ ഒരിക്കലും കയറരുത്, എൻ്റെ ഒരു അഭിപ്രായമാണ്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പണ്ട് എനിക്ക് ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്തും ജോലിക്ക് പോണ സമയത്തുമൊക്കെ ഞാൻ ആദ്യം ലേഡീസിൽ കയറിയിരുന്നു. ലേഡീസിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏലിയനെ പോലെയാണ് അവർ കാണുന്നത്. അതായത് വർഷങ്ങളായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന കുറേ ലേഡീസാണ് കൂടുതലും അതിനകത്ത്. പിന്നെ എന്നെപ്പോലെയുള്ള വളരെ കുറച്ച് പേര്. അപ്പം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ അവരുടെ നോട്ടമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അത് കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ സീറ്റ് എന്ന് പറയുന്നത് ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെയാണ് സീറ്റ്. ഇവർ അതിൽ നിന്ന് അഡ്ജസ്റ്റേ ചെയ്യില്ല. അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടല്ലാതെ അവർ അഡ്ജസ്റ്റ് ചെയ്യില്ല. അതുകൂടാതെ അവർക്ക് എല്ലാവർക്കും അറിയാം ഓരോരുത്തർ എവിടെ ഇറങ്ങുന്നതെന്നും. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഇറങ്ങാറാകുമ്പോൾ അവരുടെ അടുത്ത സുഹൃത്തിനെ വിളിച്ചാൽ തൊട്ടടുത്ത് നിർത്തും. സീറ്റില്ലാത്ത ആൾക്കാരനെ ആണെങ്കിൽ അവരെ അവിടെ ഇരുത്തിയിട്ട് ഇവരെണീക്കും. അതായത് ഇപ്പോൾ എലിജിബിൾ ഞാനായിരിക്കാം, തൊട്ടടുത്ത് നിൽക്കുന്ന അടുത്ത ആ സീറ്റിൽ ഇരിക്കേണ്ട ആൾ ഞാനായിരിക്കാം. പക്ഷേ ഇവർ ദൂരെ നിൽക്കുന്നോ അവർ കണ്ണ് എല്ലാവർക്കും അറിയാം തമ്മിൽ. അപ്പോൾ അവർ ഉടനെ അടുത്ത് വന്ന് ഓരോരുത്തരുടെ അടുത്ത് നിൽക്കും. ഇവരെ ഇരുത്തിയിട്ടേ മറ്റവരെ എണീക്കുകയുള്ളൂ. അതായത് മറ്റൊരാൾക്ക് സീറ്റ് കൊടുക്കരുത്. ഇവരേതോ ഇവരുടെ സ്വന്തം സീറ്റ് പൈസ കൊടുത്ത് മേടിച്ച് വെച്ചേക്കുന്ന പോലെയാണ് പെരുമാറ്റം. കൂടാതെ നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്തൊക്കെ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നമ്മളോട് ദേഷ്യമാണ് ഇവർക്ക്. അപ്പം ഇവരുടെ അടുത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ട്രെയിനിലും ഇതേപോലെ വളരെ പ്രശ്നക്കാരായിട്ടുള്ള ആണുങ്ങൾ വരുന്നുണ്ട്, ലേഡീസിനെ ശല്യപ്പെടുത്താൻ വേണ്ടി മാത്രം. എന്ന് വിചാരിച്ച എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ഒരുപാട് ആണുങ്ങൾ അതിനകത്തുണ്ട്. അപ്പം നമുക്കൊരു ഹെൽപ്പ് കിട്ടണമെങ്കിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നത് തന്നെയാണ് നല്ലത്. അതേസമയം കൂടുതൽ ലേഡി ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് അവർ പറയും ഞങ്ങളെ അയാളെ ശല്യപ്പെടുത്തിയില്ലല്ലോ, ഞങ്ങളോടൊന്നും ചെയ്തില്ലല്ലോ, അപ്പോൾ നിങ്ങളുടെ കുഴപ്പമായിരിക്കാം, നിങ്ങളുടെ ഡ്രസ്സിങ്ങിൻ്റെ കുഴപ്പമായിരിക്കാം. അതായത് നമ്മൾ ഇവരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്ത പോലെ നമ്മളെ തെറ്റായിട്ട് അവർ വ്യാഖ്യാനിക്കും. അപ്പം കഴിവതും സ്ത്രീകളോട് പറയാതിരിക്കുക, ആണുങ്ങളോട് തന്നെ ഹെൽപ്പ് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല ആണുങ്ങൾ ഒരുപാട് പേരുണ്ട്, നമ്മളെ സഹായിക്കും അവർ. ഈ സ്ത്രീകളുടെ ശത്രുക്കളെ സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അപവാദം പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാം, എല്ലാ കുടുംബങ്ങളിലൊക്കെ കാണും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ പതിവ്രതകളും നമ്മളൊക്കെ മോശക്കാരും. എന്ന് കരുതി സ്ത്രീകളെല്ലാം മോശക്കാരെന്നല്ല, ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്.